ഐസൊലേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ ഐസൊലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഡിജിറ്റൽ വിപ്ലവം വന്നതോടെ കുട്ടികൾക്ക് മണിക്കൂറുകളോളം ഒരു ഡിജിറ്റൽ യന്ത്രവുമായി ഒറ്റയ്ക്കിരുന്ന് സന്തോഷിക്കാനുള്ളൊരു വകുപ്പുണ്ട്. കഴിഞ്ഞ തലമുറയിലെ കുട്ടികൾക്ക് അതില്ലായിരുന്നു. അവരെ സംബന്ധിച്ചോളം വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളുമായിരുന്നു സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ ഒരു ഫലമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് പതിയെ പതിയെ വൈകാരികമായി അകലുന്ന ഒരു മനസ്ഥിതി, ഒരു സാമൂഹ്യ ഒറ്റപ്പെടലിലേക്ക് കുട്ടികൾ പോവുകയാണ്. ഇതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഒരു പ്രയാസം വന്നാൽ എങ്ങനെ അത് പരിഹരിക്കണം, ആരോട് സഹായം തേടണം, മാതാപിതാക്കളോട് സഹായം തേടാൻ വിമുഖത, സുഹൃത്തുക്കളോട് തുറന്നു പറയാൻ വിമുഖത, ഇതൊക്കെ പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ തന്നെ, കൗമാരപ്രായക്കാരുടെ ഇടയിൽ തന്നെ ആത്മഹത്യകൾ വളരെ പെരുകുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം മൂലം തന്നെ കുട്ടികൾ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ഈ ഉറക്കം എന്നുള്ളത് കുട്ടികളുടെ മാനസിക, വൈകാരിക, ശാരീരിക പഠന ആരോഗ്യങ്ങൾക്ക് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നല്ല ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ പഠന നിലവാരവും മോശമാവും, മാനസികാരോഗ്യവും മോശവും, ശാരീരികാരോഗ്യം മോശവും. അപ്പോൾ പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം അത് ഉറക്കം കുറയ്ക്കുന്നു, ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു, അത് പ്രശ്നമായി മാറുന്നു. മൂന്നാമത്തേത്, ഈ അമിത വേഗതയിലുള്ള ചടുലമായ ദൃശ്യങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയുള്ള കുട്ടികൾ, അവരുടെ ശ്രദ്ധ കുറഞ്ഞു വരുന്നൊരവസ്ഥ വരികയാണ്. അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും. നമുക്കറിയാം, ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഷോർട്സ്, റീൽസ്, ഏറ്റവും ഹ്രസ്വമായ ഒരു സംഗതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ പോലും അത് ഡബിൾ സ്പീഡിലിട്ടേ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശ്രദ്ധ കുറയുന്നു. ഇപ്പോൾ ഒരു സാധാരണ വേഗതയിലുള്ള ഒരു സംവേദനം, ഒരു ക്ലാസ്, അതിലോട്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധ വല്ലാതെ പതറിപ്പോവുകയാണ്.